Hi friends, welcome back to Jay's Recipes. പൂരിയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി കറിയാണ് ട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കടായിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 2-3 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ ഗരം മസാല ഇടണം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ചതാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉണക്കമല്ലി ഒന്ന് ചതച്ചത്, ഒരു ബേ ലീഫ് ഇത് എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് എണ്ണയിൽ ഒന്ന് ഇടണം. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടാം. പിന്നെ ഒരു 1-2 പച്ചമുളക് എരിവിനാവശ്യമായത്, പിന്നെ ഒരു ലേശം കായത്തിൻ്റെ പൊടി. അതിൻ്റെ ഫ്ലേവറും ചെറുതായിട്ട് കാണുന്നതിന് മീതെ അതിൻ്റെ ഫ്ലേവർ വരാൻ പാടില്ല കേട്ടോ. 2-3 ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒന്ന് മൂത്തിട്ടുണ്ട്, അതിൻ്റെ റോ ടേസ്റ്റ് പോയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 തക്കാളി ഗ്രേറ്റ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. 2 തക്കാളി പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതധികം പുളി ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എണ്ണ ഒന്ന് തെളിയട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിയണം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എണ്ണ തെളിഞ്ഞിട്ട് അതിൻ്റെ ആ പച്ചമണം മാറണം കേട്ടോ. പച്ചമണം മാറിയിട്ട് എണ്ണ ഒന്ന് തെളിയണം. റോ ടേസ്റ്റ് പോകണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മളിതിൽ സവാള, വെളുത്തുള്ളി ഇത് രണ്ടും ചേർക്കുന്നില്ല. പക്ഷെ അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എളുപ്പം ഉണ്ടാക്കാനും പറ്റും. പിന്നെ നമുക്ക് നവരാത്രി സമയങ്ങളിലൊക്കെ ഓണിയൻ ഗാർലിക്കൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു എളുപ്പം കറിയാണ്, ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഇനി മസാല ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് പോകണം. എന്നിട്ട് ആ എണ്ണ ഒന്ന് തെളിയട്ടെ. അപ്പോൾ നമുക്ക് വ്രതാനുഷ്ഠാനങ്ങളുള്ള സമയത്തൊക്കെ ഓണിയനും ഗാർലിക്കൊന്നും നമ്മളൊന്നും പൊതുവെ കഴിക്കില്ലല്ലോ. ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതിൽ ഓണിയനും ഗാർലിക്കും ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറവാകുമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണത്. പൂരിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് പണിയും ലാഭമാണ്. ഉള്ളിയും വെളുത്തുള്ളിയൊന്നും അരിഞ്ഞ് കഷ്ടപ്പെടും വേണ്ട. ഇതിലേക്ക് ഇനി ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുക്കുക. ഉരുളക്കിഴങ്ങ് ഇത് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കേട്ടോ. വേവിച്ചിട്ട് തൊലി കളഞ്ഞ് ഇത് വെറുതെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാനേ പാടുള്ളൂ. നമ്മൾ കത്തി കൊണ്ട് മുറിച്ചിടരുത് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ അതിലേക്ക് ആ മസാല ഉള്ളിലേക്ക് കയറുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങളാക്കുക. പൊടിക്കരുത്. അതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചാൽ മതി. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ചേർക്കാം. അതിനു മുന്നേ ഞാൻ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്. അതായത് കസൂരി മേത്തി പറഞ്ഞാൽ ഉലുവ ഇല ഉണക്കിയതാണ്. കറികൾക്കൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഉലുവയില ഇല്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷേ ഉലുവയില ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായത്. ഇതിങ്ങനെ വല്ലാതെ ലൂസായിരിക്കില്ല, കുറച്ച് ഇത് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് വേണം. പക്ഷെ നമ്മൾ ആദ്യം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വയ്ക്കുമ്പോൾ ആ എണ്ണ മീതെ ഒന്ന് തെളിഞ്ഞു വരണം. ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ബാക്കിയുള്ള വേണ്ട ഉപ്പൊക്കെ ഇതിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഇതാ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ, നമുക്ക് എത്ര ഫ്ലേവറിന് വേണ്ട വെച്ചാൽ അത്രയും ഗരം മസാല ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക.
അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ഇത്രയും ഒരു കുറുകിയ പരുവായിരിക്കണം. ഇതിൽ കൂടുതൽ വെള്ളം കൂടുതലാവണ്ട. പിന്നെ ഇരുന്നാൽ ചെറുതായിട്ട് ഒന്നും കൂടിയും കെട്ടിയാവും. അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഇതാ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. അപ്പോൾ ഇതൊക്കെ ആദ്യമൊക്കെ റെഡിയായി. ഞാൻ ഫ്ലെയിമൊക്കെ ഇതാ ഓഫ് ചെയ്തു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ മല്ലിയില കിട്ടാനില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെയായാലും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.